friends, welcome to YouTube channel. In this video, Canon new model 6-color printer Canon Pixma G570 എന്ന പ്രിന്ററിന്റെ മെയിൻ്റെനൻസ് ബോക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ബോക്സ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Canon G570 എന്ന പ്രിൻ്ററിൽ കുറേ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു എറർ കോഡ് കാണിക്കുന്നതാണ്. അതായത് നിങ്ങളെ മെയിൻ്റെനൻസ് ബോക്സ് ഫുള്ളായിട്ടുണ്ട് എന്നുള്ളത് 1368 എന്ന എറർ കോഡുള്ള ഒരു എറർ കാണിക്കുന്നതാണ്. കണ്ടില്ല, കമ്പ്യൂട്ടറിലെല്ലാം ഇതേപോലെ എറർ കാണിക്കും. ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ മെയിൻ്റെനൻസ് ബോക്സ് ഫുള്ളായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാറണ്ടി ഉണ്ടെങ്കിലും ഈ ഒരു സ്പെയറിന് വാറണ്ടി കവറേജ് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഇത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് കാണുന്ന ഈ വലിയ സ്ക്രൂ കണ്ടില്ലേ, അതൊരു ചെറിയ മൈനസ് സ്റ്റാറോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രൂ റിമൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, ഞാൻ ചെറിയൊരു മൈനസ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സ്ക്രൂ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ചെറിയ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ കത്തി അങ്ങനത്തതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുവരെ റിമൂവ് ചെയ്യാവുന്നതാണ്. കുറച്ച് സൂക്ഷിക്കണമെന്ന് മാത്രം. ഞാൻ ആ സ്ക്രൂ അഴിക്കുകയാണ്. ഓക്കെ, അത് മാറ്റി വെച്ചതിന് ശേഷം അവിടെ ചെറിയൊരു ഡോർ ഉണ്ട്, കണ്ടില്ലേ, അത് നമുക്ക് ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ താഴത്താണ് നമുക്ക് ആ മെയിൻ്റെനൻസ് ബോക്സ് വരുന്നത്. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ തന്നെ അത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുന്ന കാര്യം ശ്രദ്ധിക്കുക, ചെരിയാനൊന്നും പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ആ വേസ്റ്റ് ബോക്സിലുള്ള ഇങ്ക് നിങ്ങളെ പ്രിൻ്ററിൻ്റെ അകത്തേക്കൊക്കെ ആവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് വെച്ച്, ഇതാണ് പുതിയ മെയിൻ്റെനൻസ് ബോക്സുള്ള ബോക്സ്. നിങ്ങൾ കഴിഞ്ഞത് ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരടുത്തുണ്ടാവും സ്പെയർ. അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്ത് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. MCG02 എന്ന പാർട്ട് നമ്പറാണ് അതിന് വരുന്നത്. കഴിയുന്നത് നിങ്ങൾ കനോൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫാൾട്ട് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അത് വലിയൊരു എക്സ്പെൻസും കാര്യങ്ങൾക്കായി മാറും. അപ്പോൾ അതിനും നല്ലത് നിങ്ങൾ ഓതറൈസ്ഡ് കനോൻ്റെ ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിരിക്കും. അപ്പം ഏതെങ്കിലും ബോക്സിൻ്റെ ഏതെങ്കിലും സൈഡ് ഓപ്പൺ ചെയ്യുക. അവിടെ ഇതേപോലെ മെയിൻ്റെനൻസ് ബോക്സ് പുറത്തോട്ട് വരുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് കവറും പാടുണ്ടാവും. ഇതാണ് പുതിയ മെയിൻ്റെനൻസ് ബോക്സ്, കണ്ടില്ലേ. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഉണ്ടല്ലോ, അത് അതിൽ പാക്ക് ചെയ്താണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് ഗുഡ് സാധനം തന്നെയാണ്, കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ മെയിൻ്റെനൻസ് ബോക്സ് കറക്റ്റ് വൈറ്റ് കളർ തന്നെ ആണുള്ളത്. ഇപ്പോൾ പുതുതായി കണ്ടുവരുന്നുണ്ട് ഈ പഴയ മെയിൻ്റെനൻസ് ബോക്സിൻ്റെ ചിപ്പ് മാറ്റുന്ന ഒരു പരിപാടി. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. കാരണം ഈ മെയിൻ്റെനൻസ് ബോക്സിൻ്റെ അകത്ത് ഇങ്ക് ഫില്ലായിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിപ്പ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തോട്ട് ഓവർഫ്ലോ ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾ പ്രിൻ്റർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ കവറേജ്. അതായത് നിങ്ങൾ പഴയ ഡിഫക്റ്റീവ് സാധനം ഇതിലിട്ടാണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പുതിയ മെയിൻ്റെനൻസ് ബോക്സ് പ്രിൻ്ററിൻ്റെ പഴയ പോലെ തന്നെ പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി തന്നെ പ്രിൻ്റർ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഡിസ്പ്ലേയിൽ എറർ കോഡ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻ്ററിൽ ഇപ്പോൾ വേറെ എറർ കോഡ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, കണ്ടില്ലേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഡോറ്, ഇത് പല ആളുകളും ഈ ഡോറ് പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാറില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഇത് കുറച്ച് ആവശ്യമുള്ളൊരു പാർട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ പ്രിൻ്റർ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും റിമൂവ് ചെയ്യുക കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡോർ അല്ലെങ്കിൽ ആ വേസ്റ്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തോട്ട് വരുന്നതാണ്. എന്നിട്ട് ആ സ്ക്രൂ നമ്മൾ തിരിച്ച് ഇൻസേർട്ട് ചെയ്തു അത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ്ട് ടൈറ്റ് ആക്കുക. അങ്ങനെ ഞാനത് ടൈറ്റ് ആക്കി. ഇനി നമുക്ക് ആ കവർ കണ്ടില്ലേ, ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആ കവർ ഓപ്പൺ ചെയ്യുക. കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി കവറാണ് വരുന്നത്. ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും, മറു സൈഡ് ക്ലോസ് ആയിരിക്കും ഈ കവറിന്. അതിലേക്ക് നമ്മുടെ പഴയ മെയിൻ്റെനൻസ് ബോക്സ്, ഇങ്ക് ഫില്ലായിരിക്കുന്ന മെയിൻ്റെനൻസ് ബോക്സ് പഴയത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കവറിലേക്ക് വെക്കുന്ന സമയത്ത് മെയിൻ്റെനൻസ് ബോക്സ് ചെരിയരുത്. ഓക്കെ, ഇതേപോലെ സിമ്പിളായിട്ട് വെക്കുക, കണ്ടില്ലേ. എന്നിട്ട് അത് പാക്ക് ചെയ്താണ് നമുക്ക് റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഇങ്ക് ഒരിക്കലും പുറത്തോട്ട് ലീക്ക് ആവില്ല. അങ്ങനെ ഒരു ഗുണം അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ കവർ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സിനകത്ത് തന്നെ അത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് അത് ബോക്സ് അടക്കം ഒന്നായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. വേറെ എറർ കാര്യങ്ങളൊന്നും ഇതിൽ കാണാനില്ല.
അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾ ഓതറൈസ്ഡ് കനോണിൻ്റെ ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കുക, ഈ പ്രോസസ്സ് ചെയ്യിപ്പിക്കുക. അതേപോലെ ഒറിജിനൽ സ്പെയർ തന്നെ ഉപയോഗിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.